ഓരോ പുലരിയും ഓരോ പ്രതീക്ഷകളാണ്, ഓരോ അനുഭവങ്ങളും. അപ്പം നമ്മൾ എല്ലാ ദിവസവും നാളത്തേക്കുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കും. നാളെ രാവിലെ ഇന്നത് ചെയ്യണം, ഇന്ന കാര്യങ്ങളൊക്കെ ഒരുക്കണം. എന്തൊക്കെ പ്ലാനിങ് ആണല്ലേ. ഞാനാണെങ്കിൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴേക്ക് എൻ്റെ പ്ലാനിങ് ഇത്രയേ ഉള്ളൂ: നാളെ ഒരു 5 മണിക്കെങ്കിലും എഴുന്നേൽക്കണം. രാവിലെ 5 മണിയാകുമ്പോൾ ഉറപ്പായിട്ട് എഴുന്നേറ്റിട്ട് കേശു ഉണർന്ന് വരണതിന് മുന്നേ ഒരു 7 മണിയോടുകൂടി എല്ലാ കാര്യങ്ങളൊക്കെ ഒതുക്കി ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഉണ്ടാക്കിയിരിക്കണം. അതിനുശേഷം കുറച്ച് സമയം കേശുവിൻ്റെ കൂടെ അങ്ങ് സ്പെൻഡ് ചെയ്യണം. എൻ്റെ എല്ലാ രാത്രികളിലെയും പ്ലാനിങ് ഇതായിരിക്കും. പക്ഷേ രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്ക് ഇതൊന്നും നടക്കില്ല. 5 മണിക്ക് എഴുന്നേൽക്കുന്ന കാര്യമേ ഇതുവരെ അങ്ങനെ നടന്നിട്ടില്ല. എവിടെയെങ്കിലും പോകണമെങ്കിലോ, പ്രത്യേകിച്ച് ഏതെങ്കിലും അമ്പലങ്ങളിലൊക്കെ പോകണമെങ്കിലോ, അല്ലെങ്കിൽ കുറച്ച് ദൂരോട്ട് എന്തെങ്കിലും യാത്ര ഉണ്ടെങ്കിലോ മാത്രമായിരിക്കും രാവിലെ ഉണരണം. 5 മണിക്ക് എണീക്കണത്. ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴും എഴുന്നേൽക്കണതും 5:30 മണിയോടുകൂടിയായിരിക്കും. കുറച്ച് ദിവസം മുന്നേ, ഒരു മാസം മുന്നേ വരെയൊക്കെ 5:45 നന്നായിട്ട് നേരം വെളുക്കുമായിരുന്നു. പക്ഷേ ഇപ്പം 6 മണിയാകുമ്പോഴും നല്ല കൂരിട്ടാണ്. അപ്പോൾ പിന്നെ വെളിയിലൊക്കെ ഒന്ന് തൂത്തുവാരലൊക്കെ ഇടാനൊക്കെ ചെറിയൊരു മടി തോന്നും. കുറച്ചും കൂടെ വെളുക്കട്ടെ എന്ന് വിചാരിക്കും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ എല്ലാവരെയും കേശുവിൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ രാവിലത്തെ കുളിയും പല്ല് തേപ്പും അതുപോലെ തന്നെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ ഈ എല്ലാ ദിവസവും ഞാനെന്ന് വെച്ചാൽ എല്ലാ ദിവസവും തുടച്ചൊന്നും ഇടാറില്ല. ചൊവ്വയും വെള്ളി ദിവസങ്ങളിൽ ഉറപ്പായിട്ട് അകമൊക്കെ തുടച്ചിടും. അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസവും. അല്ലാത്ത ദിവസങ്ങളിൽ ഇതേപോലെ വീടിൻ്റെ മുൻവശമൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഐശ്വര്യം വരുത്തി വൃത്തിയാക്കി ഇടും. അത്രേ ചെയ്യാറുള്ളൂ. പിന്നെ പറ്റണ ദിവസങ്ങളിലെല്ലാം ചാണകം തളിക്കാറുണ്ട്, ചാണകവെള്ളം. അതിപ്പോൾ ചൊവ്വയും വെള്ളിയും മാത്രമായിട്ട് ചുരുക്കിയിട്ടുണ്ട്. അതിൻ്റെ കാര്യം വേറൊന്നുമല്ല, ചാണകം കിട്ടുന്നതിനുള്ള ബുദ്ധിമുട്ടാണ്. നമുക്കിവിടെ തൊട്ട് അടുത്ത് എങ്ങും പശുവൊന്നുമില്ല. അപ്പോൾ ഒരു ആൻറ്റി എനിക്ക് എവിടെന്ന് അങ്ങ് മൺവിള അടുപ്പിച്ച് എവിടെന്നോ ആണ് ആൾ കൊണ്ടുവരണത്. അപ്പോൾ പിന്നെ നമ്മൾ ഒരാളെ എപ്പോഴും ബുദ്ധിമുട്ടിപ്പിക്കണത് ശരിയല്ലല്ലോ. അവരാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് പൈസയ്ക്ക് വേണ്ടിയോ അങ്ങനെയൊന്നും അല്ല കൊണ്ടുവരണത്. ഞാൻ പറയുമ്പോഴത്തേക്ക് എനിക്കായിട്ട് അവർ പോയി എടുത്തുകൊണ്ട് വരണതാണ്. അപ്പം നമ്മളതൊന്ന് മനസ്സിലാക്കണ്ടേ. അങ്ങനെ ഇതാ വിളക്ക് കത്തിക്കലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരെ അടുക്കളയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം അരി അടുപ്പത്തിടുന്ന പരിപാടിയാണ് ആദ്യം നടക്കുന്നത്. അതിന് ശേഷമാണ് ചായ ഇടാറുള്ളത്. എപ്പോഴും ചായ ഇടേണ്ടതാണ് ഫസ്റ്റ് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ അരിയിടുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, വെള്ളം തിളയ്ക്കുന്നതിന് മുന്നേ വേണം അരി ഇടാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ അരിയിടുന്ന ആളിൻ്റെ ആയുസ് കുറവായിരിക്കും എന്നാണ് പറയണത്. അത് വേറെ ഒന്നും കൊണ്ടല്ല. വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ അരി ഇടാനായിട്ട് പാടില്ല. അതിൻ്റെ സയൻറ്റിഫിക് വശങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ തന്നെ എൻ്റെ ഒരുപാട് വീഡിയോകളിൽ ഇത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ ആരാണോ അരി അടുപ്പിടേണ്ടത് അവർക്കൊരു ഉൾഭയം വരില്ലേ, ദൈവമേ ഇന്ന് അരി ഞാനാണ് ഇടണത്, വെള്ളം തിളയ്ക്കണതിന് മുന്നേ തന്നെ അരി ഇടണം, ഇല്ലെങ്കിൽ എൻ്റെ ആയുസിനല്ലേ കുഴപ്പം വരണതെന്ന് ഒരു തോന്നൽ വരാൻ വേണ്ടിയായിരിക്കും പഴമക്കാരങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ പണ്ടുള്ള ആൾക്കാർ കുറേ ചിട്ടവട്ടങ്ങൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ, നമ്മുടെ ഓരോ ദൈനംദിന ജീവിതത്തിൻ്റെ കാര്യങ്ങൾക്കായിട്ട് ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ അതൊക്കെ കള്ളത്തരമാണ്, അതൊക്കെ പൊട്ടത്തെറ്റാണ്, അങ്ങനെയേ അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോഴത്തെ ജനറേഷൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവർ പറഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു ചിട്ടയോടുകൂടി ജീവിച്ചാലുണ്ടല്ലോ, നമുക്ക് ഓരോ അസുഖങ്ങൾ, നമ്മൾ ഈ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും വരാണ്ട് നമ്മുടെ കുടുംബജീവിതം തന്നെ നമുക്ക് നല്ല ഭദ്രതയോടുകൂടിയൊക്കെ കൊണ്ടുപോകാനായിട്ട് പറ്റും. പക്ഷേ അവർ പറഞ്ഞു വെച്ചതിൽ കൂടുതലും സ്ത്രീകളെ കുറച്ചൊന്ന് ബാക്കിലോട്ട് നിർത്തിയുള്ള കാര്യങ്ങളായതുകൊണ്ട് ഇപ്പോൾ പിന്നെ സ്ത്രീ സ്വാതന്ത്ര്യം, സ്ത്രീ സമത്വം എന്നൊക്കെ പ്രസംഗിക്കണവർ അതിനെല്ലാം അങ്ങ് തള്ളിക്കളയണമെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ നല്ല വശങ്ങൾ മാത്രമേ എടുത്ത് നമ്മൾ അതൊന്ന് പ്രാവർത്തികമാക്കാനായിട്ട് നോക്കിയാൽ നമുക്ക് തന്നെയാണ് നല്ലത്. അത്രയേ ഉള്ളൂ. അരിയെല്ലാം നന്നായിട്ടൊക്കെ തിളച്ചിട്ടുണ്ട്. ഇനി ദോശ ഉണ്ടാക്കണം. അപ്പോൾ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ദോശമാവ് കുറച്ചേ ഉള്ളൂ. അപ്പം നമ്മൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ രാവിലെ ഇവിടെ ബൊഫയാണ്. ദോശ കാണും, ചിലപ്പം അരിദോശ കാണും, ഗോതമ്പ് ദോശ കാണും, അല്ലെന്നുണ്ടെങ്കിലും ഗോതമ്പ് പുട്ട് കാണും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് പരിപാടികളായിരിക്കും രാവിലെ. അപ്പോൾ ഇതാ കുറച്ച് ഇത്ര മാവേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു കുട്ടി ദോശ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് അങ്ങ് എടുത്തിട്ടിട്ട് കുട്ടി ദോശ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. കുട്ടി ദോശ ആകുമ്പോഴേക്കും മാവ് അത്രയല്ലേ ആവശ്യം വരുള്ളൂ. കാണുമ്പോഴേക്ക് ഒരു വെറൈറ്റിയും തോന്നും. അല്ലാണ്ട് മാവില്ല,
അതില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞാൽ അയ്യോ അത് പിന്നെ നേരത്തെ പറയാത്ത എന്താണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ കേശുവിന് കുട്ടിദോശ ഇഷ്ടമാണെന്നും പറഞ്ഞിട്ട് കുട്ടിദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ദോശക്കല്ല് വീണ്ടും ചെറിയൊരു പിടുത്തം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ ദോശ ചുടുമ്പോഴത്തേക്കും നല്ലെണ്ണ തടവി ദോശ ഒന്ന് ചുട്ടതിന് ശേഷം ദോശ ഒന്ന് മറിച്ചിടുമല്ലോ. ഈ മറിച്ചിടാനായിട്ട് ദോശ അതിൽ നിന്ന് നമ്മൾ ചട്ടുകം വെച്ച് ഇളക്കി എടുക്കുന്ന സമയത്ത് വീണ്ടും ഒന്നും കൂടെ ഒന്ന് എണ്ണ തടവും. നമ്മൾ അല്ലെങ്കിൽ വീണ്ടും എണ്ണ തടവേണ്ട കാര്യമില്ല, അതാ കണ്ടില്ലേ. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് എണ്ണ തടവിയതിന് ശേഷം വീണ്ടും ദോശ മറിച്ചിട്ട് കൊടുത്തിട്ട് എടുക്കുമ്പം ഒരു ശകലം പോലും ഒട്ടിപ്പിടിക്കാണ്ട് നല്ലതുപോലെ ദോശ ഇങ്ങ് ഇളകി കിട്ടും. അപ്പം നമ്മൾ ഇങ്ങനെ കുറേ കുട്ടി ടിപ്സ് കുറേയൊക്കെ നമുക്ക് തനിയെ നമ്മുടെ മനസ്സിൽ തോന്നും. നമ്മൾ ഓരോ കാര്യങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്ക് അടുക്കള ടിപ്സൊക്കെ ഒരു മിക്കതും വീട്ടമ്മമാർ തനിയെ കണ്ടുപിടിച്ചതായിരിക്കും. നമ്മളെ ജോലി എളുപ്പമാക്കാൻ വേണ്ടി പല കാര്യങ്ങളും ഇതുപോലെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുമല്ലോ. പ്രത്യേകിച്ച് പണ്ട് ഏതോ ഒരു രാജാവ് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയേണ്ടത്. പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ എന്ത് ജോലി ഉണ്ടെങ്കിലും നമ്മളിപ്പോൾ ഡിഫിക്കൽട്ടായിട്ടുള്ള എന്തെങ്കിലും ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴേക്ക് അത് ആ രാജ്യത്തുള്ള മടിയന്മാരെ കയ്യിൽ ഏൽപ്പിക്കും. അപ്പോൾ മടിയന്മാരാകുമ്പോഴേക്ക് അവരത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവർക്ക് ഭയങ്കര മടിയല്ലേ ജോലിയൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി അവർ പെട്ടെന്ന് അത് തീർക്കണം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കുറുക്ക് വഴികൾ കണ്ടുപിടിക്കും ആ ഒരു കാര്യം പെട്ടെന്ന് സോൾവ് ചെയ്യാനായിട്ട്. അതുപോലെയാണ് എൻ്റെ കാര്യം. എനിക്ക് എല്ലാത്തിനും ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ കുറുക്ക് വഴികൾ അല്ലെങ്കിൽ നുറുക്ക് വിദ്യകളൊക്കെ ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ അത് ആരെങ്കിലും പറഞ്ഞു തന്നാൽ അത് ഫോളോ ചെയ്യാനായിട്ടൊക്കെ നോക്കും. അപ്പോൾ എന്നതാ അങ്ങനെ ദോശയൊക്കെ ചുട്ട് ദോശയും പിന്നെ ഉപ്പുമാവും ഉണ്ടാക്കിയായിരുന്നു. കുറച്ച് റവയും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും അമ്മയും ഉപ്പുമാവ് ഉണ്ടാക്കി കഴിച്ച് കേശുവിൻ്റെ അച്ഛനുമായിട്ട് കുട്ടി ദോശയും ചമ്മന്തി കറിയും ആക്കി കൊടുത്ത്. ഇനി മോനെ ഒന്ന് കുളിപ്പിച്ചൊക്കെ ഒരുക്കി എടുത്തിട്ടുണ്ട്. പുള്ളിക്കാരന് ഇനി അംഗൻവാടിയിൽ പോകണം. അപ്പോൾ ഞാൻ കുളിച്ച് ഡ്രസ്സ് ഇട്ട ഉടനെ മോനെ തമ്പാച്ചി ഇപ്പോൾ തൊഴെന്ന് പറഞ്ഞാൽ ഓടിപ്പോയി തൊഴണ സമയത്ത് 4 ചുറ്റും ഇങ്ങനെ തിരിഞ്ഞൊക്കെ തൊഴും. എന്നാലും പ്രശ്നമില്ല, ഞാനും അതിനൊന്നും പറയില്ല, മനഃപൂർവ്വം കാണിക്കുന്നതാണ് ഇതെല്ലാം. അങ്ങനെ ആൾ കുളിച്ചൊരുങ്ങി പ്രാർത്ഥിച്ചതിന് ശേഷം ഇവിടെ അംഗൻവാടിയിൽ പോയിട്ടുണ്ട്. ഇനി രാവിലെ നല്ല പിടയ്ക്കണ മീൻ കിട്ടി. ഇതിനെ കാരലെന്നാണ് നമ്മുടെ നാട്ടിൽ പറയണത്. നിങ്ങളുടെ നാട്ടിൽ ഈ മീനിന് എന്താണ് പേരെന്നൊന്ന് പറയണേ. അപ്പോൾ ഈ കാരൽ മീൻ വാങ്ങിക്കാനും എനിക്ക് ഭയങ്കര മടിയാണ്. കാരണം കാരൽ തന്നെ കുറേ ടൈപ്പ് ഉണ്ട്. ചിലതാണെന്ന് വെച്ചാൽ നമ്മൾ വെച്ചാൽ ഒരു ചെവയും കാണില്ല, ഒരു വല്ലാണ്ട് നമ്മൾ ചവറ് കഴിക്കും പോലെ തോന്നും. അപ്പോൾ ഞാൻ ഈ കാരൽ മീനൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ അടുത്ത് നിൽക്കുന്ന ആളുടെ അടുത്ത് ചോദിച്ചിട്ടേ വാങ്ങാറുള്ളൂ ഇത് നല്ല കാരൽ തന്നെയെന്ന്. അപ്പോൾ അമ്മ എപ്പോഴും പറയും അതിൻ്റെ സൈഡിൽ എന്തോ മഞ്ഞ വര അങ്ങനെയൊക്കെ ഉള്ളതാണ് ഈ ഭയങ്കര മുള്ളൻ കാരൽ, അല്ലെങ്കിൽ ഈ ഒരുമാതിരി ചവറ് പോലെ ഇരിക്കണതെന്നൊക്കെ. പക്ഷെ എത്ര ആയിട്ടും എനിക്ക് അത് പിടികിട്ടിയിട്ടില്ല. എനിക്ക് മനസ്സിലാവാത്ത മീനുകൾ ഈ കാരലിൻ്റെ വെറൈറ്റികൾ എനിക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ തന്നെയാണ് ചാള മീനും കുറേ വെറൈറ്റി ഉണ്ടല്ലോ, അപ്പോൾ അതും എനിക്ക് അത്രയ്ക്ക് അറിഞ്ഞുകൂടാ ഇപ്പോഴും. അങ്ങനെ അമ്മ അവിടെ മീനിൻ്റെ കാര്യങ്ങളുമായിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഉച്ചത്തേക്ക് എന്തെങ്കിലും വേറെ കറികൾ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ, അപ്പോൾ അതിനെന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടി ഞാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ചേനയല്ല ചേമ്പ് ഒരുപാട് നിൽപ്പുണ്ടായിരുന്നു. അതിനെ ഒന്ന് പുഴുതു നോക്കി. അപ്പോഴേക്ക് ചേമ്പിൻ്റെ മൂട്ടിൽ ഒരുപാട് ചേമ്പും കന്നല്ലല്ലോ ചേമ്പും കിഴങ്ങുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ചേമ്പും കിഴങ്ങ് ഉടച്ച് വയ്ക്കാം. ഉടച്ച് കറിയായിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അല്ലാണ്ട് അമ്മയ്ക്ക് ഇവിടെ അവിച്ച് കഴിക്കാനൊക്കെ ഇഷ്ടമാണ്, എനിക്ക് അത്രയ്ക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു വലിയ 2 മൂട് അവിടെ നിർത്തിയിട്ടുണ്ട്. അതിനുശേഷം ബാക്കി ചേമ്പൊക്കെ ഒന്ന് പുഴുതിട്ട് അതിൻ്റെ ഈ ചേമ്പിൻ്റെ ഈ ഒരു അതിന് നമ്മൾ തള്ളച്ചേമ്പെന്നാണ് പറയുന്നത് ആ ഒരു ഭാഗം, അല്ലാണ്ട് ബാക്കി കുട്ടികളൊക്കെയാണ് ചേമ്പ് കിഴങ്ങായിട്ട് കിട്ടണത്. അതിനെല്ലാം മാറ്റിയിട്ട് ആ ഒരു ചേമ്പിൻ്റെ ഈ തള്ളയെന്ന് പറയും ആ സംഭവത്തിനെ എടുത്തിട്ട് ഉടച്ച് വയ്ക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് ഭയങ്കര വേവാണ്, പെട്ടെന്നൊന്നും വെന്തൊന്നും കിട്ടൂല. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ മണ്ണിനടിയിൽ വളരുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് എടുക്കാനായിട്ട് നല്ല എക്സ്പേർട്ടായവരെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. എന്നെക്കൊണ്ടൊന്നും ഒട്ടും പറ്റൂല. ഞാൻ എങ്ങനെയൊക്കെ എടുത്താലും അത് മൊത്തം പൊട്ടി അങ്ങ് അകത്തോട്ട് പോകും. ചില ആൾക്കാർ എടുക്കുന്നത് കാണണം, നല്ല സൂപ്പറായിട്ട് അവർക്ക് അത് എടുക്കാനായിട്ട് പറ്റും. എന്ത് കാര്യവും അങ്ങനെയാണല്ലോ, നമ്മൾ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഞാൻ ഒരുവിധം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ചവിട്ടിക്കൂട്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കിഴങ്ങൊക്കെ കിട്ടിയായിരുന്നു, ചേമ്പും കിഴങ്ങ് കിട്ടി. അതുപോലെ തന്നെ എനിക്ക് ചേമ്പും കിഴങ്ങിൻ്റെക്കാളും ആവശ്യം ഞാൻ പറഞ്ഞില്ല, അതിൽ തള്ളച്ചേമ്പായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ്
ഉടച്ചുകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അതുപോലെ തന്നെ ചേമ്പിലും കുറേ സംഭവങ്ങളില്ലേ, നമുക്ക് ഈ ചൊറിയൻ ചേമ്പുണ്ട്, നമുക്ക് കൈയൊക്കെ കടിക്കുമ്പം അത് വേവിച്ച് കഴിച്ചാൽ തൊണ്ടയൊക്കെ കടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അതൊന്നും കണ്ടാലെന്ന് പറഞ്ഞൂടെ. എന്തായാലും ഈ ചേമ്പ് അങ്ങനെയുള്ള സംഭവമല്ല. ഇത് വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും, ഇതിൻ്റെ തട വെച്ചിട്ടാണ് എപ്പോഴും സാമ്പാർ ഉണ്ടാക്കണത്. അതുപോലെ തന്നെ ഇന്ന് ഞാൻ ചേമ്പൻ തട എടുക്കണുണ്ട്, ഇന്ന് തോരൻ വെക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ മടന്തയുണ്ട്, അത് തോരൻ വെച്ചാലും നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇതൊക്കെ നല്ല വൈറ്റമിൻ്റെയും നമുക്ക് അതിൻ്റെയൊക്കെ ഒരു കലവറയാണെന്ന് തന്നെ പറയാമല്ലോ. ഒരു വളവും ഒന്നും കൊടുക്കാണ്ട് തനിയെ പൊളച്ച് പൊടിച്ച് പ്രകൃതി തന്നെ പരിപാലിച്ച് കൊണ്ടുവന്ന സംഭവങ്ങളാണ് ഈ ചേമ്പക്കയെല്ലാം. നമ്മൾ ആരും അവിടെ നട്ടതൊന്നുമല്ല, തനിയെ ഉണ്ടായി വന്നതാണ്. ഇപ്പോൾ കുറേയൊക്കെ കിഴങ്ങ് ഇറങ്ങണതേ ഉള്ളൂ. ഞാൻ എടുത്തത് നേരത്തെ ആയിപ്പോയെന്നാണ് തോന്നുന്നത്. അതിൻ്റെ കാര്യങ്ങളും കാലങ്ങളും ഒന്നും നമുക്കറിയില്ലല്ലോ. പിന്നെ ഈ വൃശ്ചികത്തിലാണെന്ന് തോന്നുന്നു ഈ സംഭവങ്ങളെല്ലാം വിളവെടുപ്പിൻ്റെ ഒരു സീസൺ ആവണത്. കാരണം വൃശ്ചികത്തിൽ കാർത്തികയ്ക്കല്ലേ നമ്മളിതെല്ലാം എടുത്തൊക്കെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വൃശ്ചികം കഴിഞ്ഞതല്ലേ ഉള്ളൂ. ആ ഒരു കണക്ക് കൂട്ടലിലേക്കാണ് ഞാൻ ഇതിനെ ഒന്ന് തോണ്ടി നോക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ എന്നെ അത് നിരാശപ്പെടുത്തിയൊന്നുമില്ല. എനിക്കിതാ ഒരു കുട്ട നിറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളെല്ലാം ഇത് തന്നെ. ചേമ്പും തട വെച്ചിട്ട് ഒരു തോരൻ ഉണ്ടാക്കണം. പിന്നെ ചേമ്പിൻ്റെ തള്ളച്ചേമ്പ് വെച്ചിട്ട് ഒരു ഉടച്ചുകറി ഉണ്ടാക്കണം. പിന്നെ കാരൽ മീൻ വറ്റിച്ച് വയ്ക്കണം. ഇവിടെ ചേട്ടനാണെന്നുണ്ടെങ്കിൽ മത്തി കിട്ടിയാൽ പിന്നെ വേറെ ഒന്നും വേണ്ട, അങ്ങനെ മത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കൊഞ്ചും കിട്ടിയായിരുന്നു, കൊഞ്ച് നാളത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ കാരൽ മീൻ വറ്റിച്ച് വയ്ക്കണം. കാരൽ മീൻ വറ്റിച്ച് വയ്ക്കണം ഭയങ്കര ടേസ്റ്റാണ്. വീട്ടിൽ പണ്ട് അമ്മയാണെന്നുണ്ടെങ്കിൽ മാങ്ങയൊക്കെ കട്ട് ചെയ്തിട്ടിട്ട് അങ്ങനെ വറ്റിച്ച് വയ്ക്കും, അത് നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ നമുക്ക് മാങ്ങയൊന്നുമില്ല, അല്ലാണ്ട് വറ്റിച്ച് വയ്ക്കുകയാണ്. അതുപോലെ തന്നെ മത്തി ഇവിടെ അമ്മ കഴിക്കില്ല, ഞാൻ പിന്നെ കഴിക്കും. എനിക്കങ്ങനെ എൻ്റെ ജീവനൊന്നുമല്ല, എന്നാലും കഴിക്കുമെന്നേ ഉള്ളൂ. അപ്പോൾ മത്തി കറിയും വെക്കണം, കാരൽ വറ്റിച്ചും വെക്കണം. പിന്നെ ഈ സംഭവങ്ങളെല്ലാം എടുത്തിട്ട് അങ്ങൊരു കറിയും വെക്കണം. ഇതാണ് ഇന്ന് ഉച്ചത്തെ മെനു. അമ്മ മീൻ ക്ലീൻ ചെയ്ത് തീർന്നിട്ടില്ല, കുറച്ച് സമയം എടുക്കും. കാരണം ഇത്രയും 3 ഐറ്റം മീനുകളില്ലേ, അപ്പോൾ അതുകൊണ്ട് അമ്മ അതൊക്കെ അവിടെ വെച്ചുകൊണ്ടിരിക്കണതേ ഉള്ളൂ. അപ്പോൾ അത് എല്ലാത്തിലും വേര് കൂടുതലാണ്. അങ്ങനെ ഇനി അതിനെല്ലാം കട്ട് ചെയ്ത് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു പെട്ടെന്നൊരു കളർ ചേഞ്ച് വരും, നമ്മൾ അല്ലാണ്ടൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ. അങ്ങനെ ഒരു ചട്ടിയൊക്കെ കഴുകിയൊക്കെ എടുത്ത് ഇനി അതിലേക്ക് കുറച്ച് വെള്ളം വെക്കണം. വെള്ളത്തിലേക്ക് ഈ സംഭവങ്ങളെല്ലാം തൊലിയൊക്കെ ചെത്തി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം. ഇഷ്ടം പോലെ വേരുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെയുള്ള സംഭവങ്ങളെയൊക്കെ വെറുതെ വിട്ടിട്ട് ഈ പോർഷൻ മാത്രമാണ് എടുക്കുന്നത്. ഇതാണ് ഇന്ന് ഉടച്ചുകറി വെക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതിനെ എടുത്ത് അതിൻ്റെ തോലൊക്കെ ചെത്തിക്കളയണം. പിന്നെ ഇത് വേവാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, പെട്ടെന്നൊന്നും വെന്ത് കിട്ടൂല. നമ്മൾ എത്ര വേവിച്ചാലും ഒരു എന്താ പറയണ്ട, ഒരു വല്ലാണ്ട് അതങ്ങിരിക്കും. അപ്പോൾ ആദ്യം ഇതൊക്കെ ഒന്ന് എടുത്തിട്ട് കുക്കറിലിട്ട് വേവിച്ച്, ആദ്യമൊന്നല്ല കുക്കറിലിട്ട് ഒരു 5-6 വിസിലെങ്കിലും പോവിച്ചെടുക്കണം. എന്നാൽ മാത്രമേ ഈ സംഭവങ്ങളെല്ലാം വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ കാണുമ്പോൾ ഒരു മരിച്ചിന് പോലെയൊക്കെ ഇരിപ്പുണ്ട്. അതിനെ കട്ട് ചെയ്ത് വെള്ളത്തിലാക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, അത് ഈ ഒരു തള്ളച്ചേമ്പെന്ന് പറയുന്ന ഭാഗം ശരിക്കും കാണും. അപ്പോൾ അതാണ് ഇന്ന് കറിക്കെടുക്കണം. നമുക്ക് വേണമെങ്കിൽ ഇത് അവിയലിലൊക്കെ ഇടാം, സാമ്പാറിലിടാം. പക്ഷേ നമ്മൾ അങ്ങനെ അവിയലിലും സാമ്പാറിൽ നമുക്ക് ചേമ്പ് ഇതിട്ടെന്നും പറഞ്ഞ് അവിയലിലായിരുന്നാലും ഇത് വെന്ത് കിട്ടുമെന്നൊന്നും ഒരിക്കലും വിചാരിക്കേണ്ട. മറ്റേ സംഭവങ്ങൾ വെന്ത് കഴിഞ്ഞാലും ഈ സംഭവം വേവില്ല. അപ്പോൾ നമ്മൾ ചേമ്പും കിഴങ്ങ് തന്നെ ഇടണതായിരിക്കും, ഈ സംഭവം തന്നെ ഇടണതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അവിയലിൽ ഇടുമോ എനിക്ക് അറിഞ്ഞുകൂടാ, ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. സാമ്പാറിലാണ് അല്ലാണ്ട് തന്നെ ഇടണത്. അങ്ങനെ അമ്മ മീനെല്ലാം കട്ട് ചെയ്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അതും കട്ട് ചെയ്തൊക്കെ കഴിഞ്ഞ് ഇനി ഇതിനെല്ലാം ഒന്ന് കഴുകിയെടുക്കണം. നമ്മൾ മീൻ കഴുകുമ്പോഴത്തേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് കഴുകിയാൽ അതിൻ്റെ തുരുമ്പ് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ മീനിൻ്റെ,
ആ സംഭവങ്ങളൊക്കെ അങ്ങ് പോയിട്ട് നല്ല വെളുത്ത് നല്ല വൃത്തിയായിട്ട് വരും. അപ്പം നമ്മൾ നെത്തോലിയൊക്കെ വാങ്ങിച്ചാൽ ഉറപ്പായിട്ട് ഉപ്പിട്ടേ കഴുകുള്ളൂ. പിന്നെ അതുപോലെ തന്നെ മത്തിയൊക്കെ ആയിരുന്നാലും അതിൻ്റെ ആ ഒരു സ്മെല്ലും അത് നന്നായിട്ട് ക്ലീൻ ആയിട്ടൊക്കെ പോവാനായിട്ട്, ആ ചെതുമ്പലൊക്കെ പോയി നല്ല ഭംഗിയായിട്ട് നല്ല സുന്ദരി മണികളായിട്ട് വരാൻ വേണ്ടി നമ്മളെപ്പോഴും ഉപ്പിട്ടാണ് കഴുകാറ്. പിന്നെ ഈ ചൂര മീനെന്നും ഈ ചതമീനെന്നും ഉപ്പിട്ട് കഴുകുമെന്നല്ല പറഞ്ഞത്, ഇങ്ങനെയുള്ള കുഞ്ഞു മീനുകളുടെ കാര്യമാണ് പറഞ്ഞത്. അങ്ങനെ ഇതാ ചേമ്പൊക്കെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിന് കുറച്ച് ചെറിയ ചെറിയ പീസുകളും കൂടെ ആക്കണം. ഒന്നാമത് വേവാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ കണ്ട മുണ്ടനെ മുറിച്ചാനിട്ട് അപ്പോഴേക്കും അമ്മ പറഞ്ഞു, നീ ഇങ്ങനെ ഇട്ടാൽ അത് ഒരിക്കലും ഒരു കാലത്തും അത് വെന്ത് കിട്ടൂല, അതുകൊണ്ട് ചെറിയ പീസുകളാക്കി ഇടാനാണ് പറഞ്ഞത്. പിന്നെ നമുക്ക് ഇവിടെ ഉച്ചത്തേക്ക് ഒരു നേരത്തേക്ക് മാത്രമേ ആവശ്യമുള്ളൂ. രാത്രിയത്തെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാണ് ഭേദം. ചേട്ടന് ചോറെന്ന് പറഞ്ഞാൽ അലർജി പോലെയാണ്. രാത്രി ചോറ് തൊടാറേ ഇല്ല. കേശുവിന് പിന്നെ എന്തെങ്കിലും അവന് മോനിപ്പോൾ അവിടെ നിന്ന് കഴിച്ചിട്ട് ചോറ് കഴിച്ചിട്ട് വന്നാൽ വൈകുന്നേരം അല്ലെങ്കിൽ മുന്നേക്കാണെങ്കിൽ കഴിക്കുമായിരുന്നു. ഇപ്പോൾ ഒരു രക്ഷയുമില്ല. എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കി കൊടുത്താൽ കഴിച്ചെന്നായി. പിന്നെ അമ്മയുടെ കാര്യം പറയാതിരിക്കുന്നതാണ് അതിലും ഭേദം. അവരെങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ഉച്ചയ്ക്ക് ചോറ് കഴിച്ചെന്നായി. നന്നായിട്ട് ആഹാരം കഴിച്ചുകൊണ്ടിരുന്നതാണ് അമ്മ. അപ്പോൾ ഞാൻ മുന്നേയൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്നാലും പറയണതാണ്. നമ്മൾ ഈ കഴിക്കണ സമയത്ത് മാത്രമേ കഴിക്കാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് ആഹാരത്തിന് വെറുപ്പെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയുമില്ല. ഇനി ഇതിനെല്ലാത്തിനും തേങ്ങ വേണമല്ലോ. പ്രത്യേകിച്ച് കേരളീയർ തിരുവനന്തപുരംകാർക്ക് തേങ്ങ വിട്ട ഒറ്റ കളിയുമില്ല. എന്ത് കറിയും തേങ്ങ അരച്ച് വെച്ചാൽ മാത്രമേ സമാധാനമാവുള്ളൂ. ചേട്ടനിവിടെ എപ്പോഴും പറയും എന്ത് കറിയിലും തേങ്ങ അരച്ച് കുറുക്കണമെന്ന്. ചേട്ടനൊക്കെ ഗൾഫിൽ നിന്നുകൊണ്ട് അവിടെ ഈ കോഴിക്കോടുള്ളവരൊക്കെ ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവരൊക്കെ പറയണത് അവർക്ക് ഇങ്ങനെ എല്ലാത്തിനും അവരൊന്നും തേങ്ങ അരയ്ക്കില്ലെന്ന് പറയും. പക്ഷെ ഞങ്ങൾക്ക് തേങ്ങ വിട്ട ഒരു കളിയുമില്ല. അപ്പോൾ അതൊക്കെ കുറച്ചൊന്ന് വേവിച്ചിട്ട് കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ച് അമ്മ അവിടെ ഒരു രസമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ സംഭവം ഞാൻ കുറച്ച് സമയമൊക്കെ ഒന്ന് വേവിച്ച് നോക്കി, ഒരു രക്ഷയുമില്ല. അമ്മ എല്ലാത്തിനും ഉള്ള, ഞാൻ തേങ്ങ തിരുവി കൊടുത്തപ്പോഴേക്ക് എല്ലാത്തിനും ഉള്ള അരപ്പൊക്കെ അമ്മ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് തിളപ്പിച്ചതിന് ശേഷം കുക്കറിൽ വെച്ചിട്ട് ഒരു 6-7 വിസിലെങ്കിലും പോയിച്ചെടുക്കണം. എന്നാൽ മാത്രമേ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അങ്ങനെ അതിന് കുക്കറിലാക്കി. അതിനുശേഷം ഇനി ഈ ചേമ്പും തട കൊണ്ട് ഒരു തോരൻ വെക്കണം. അതാണ് അടുത്ത പരിപാടി. മുന്നേ വീട്ടിൽ അമ്മ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ചേമ്പും തട കൊണ്ട് നല്ല പുളിങ്കറി ഉണ്ടാക്കും. അതുപോലെ തന്നെ ചേമ്പും തട കൊണ്ട് ഇതുണ്ടല്ലോ തീയലുണ്ടാക്കും. അപ്പോൾ ഇവിടുത്തെ അമ്മ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നാളെ തീയൽ വെക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കുറേ ചേമ്പ് ഞാൻ വെട്ടിയുണ്ട്. ചേമ്പും തട കുറച്ച് അധികം ഉണ്ട്. അതിനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച്, സാധാരണ ഈ ചേമ്പും തട ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുന്ന പരിപാടിയേ ഇല്ല. കാരണം അതിൻ്റെ ആവശ്യമില്ലല്ലോ, ഇഷ്ടംപോലെ നിൽക്കുകയല്ലേ. പിന്നെ അതുപോലെ തന്നെ ഈ ചേമ്പിൽ കറുത്ത ചേമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. അതിൻ്റെ തണ്ടിങ്ങനെ കറുത്തിരിക്കും. അത് കറിയൊക്കെ എടുക്കുമെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ പ്രത്യേകത എന്താണെന്നും എനിക്കറിയില്ല. നമ്മുടെ ഈ ഏരിയയിൽ ഞാൻ അധികം കണ്ടിട്ടില്ല. ഇല്ല എന്നല്ല ഞാൻ പറയണത്, ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ കടയ്ക്കൽ നാത്തൂൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോഴേക്കും അവിടെ കൂടുതലുള്ളത് ഈ കരിന്തണ്ടൻ ചേമ്പാണ്. കാണാൻ നല്ല രസമുണ്ട് അതിനെ കാണാനായിട്ട്. നല്ല ഒരു കറുപ്പെന്ന് പറഞ്ഞാലും നല്ല ബ്രൗൺ കളറാണ് അതിൻ്റെ തണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇതിൽ വാട്ടർ കണ്ടൻറ്റ് കൂടുതലാണ് ചേമ്പിൽ. അപ്പം നമ്മളിതാ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ മറ്റു കുഞ്ഞിനില മടന്തയൊക്കെ വന്നിട്ടുള്ള അതിൻ്റെ നടുക്കത്തെ ചേമ്പ് തടയുണ്ടല്ലോ, ഇനി വിരിഞ്ഞു മാറാത്ത സംഭവം, അതാണ് ഞാൻ തോരൻ വെക്കാനായിട്ട് എടുത്തത്. ഇനി അതിനെ ഒന്ന് നല്ലതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഞെക്കി പിഴിഞ്ഞ് അതിൻ്റെ ആ വെള്ളം കുറേ അങ്ങ് കളയും. അതിന് ശേഷമാണ് ഒന്ന് തിരുമ്മി കൂട്ടി എടുത്താൽ മതി. അതിന് ശേഷമാണ് ഇത് തോരൻ വെക്കേണ്ടത്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ ഈ വാട്ടർ കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് ഇങ്ങനെ നമ്മൾ തോരൻ വയ്ക്കുമ്പോഴേക്ക് കുറേ സമയം എടുക്കും. ഇങ്ങനെ വെള്ളം മൊത്തം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതിൽ നിന്ന്. അപ്പോൾ അതിനെല്ലാം ഒന്ന് പിഴിഞ്ഞൊക്കെ മാറ്റിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയാണ് ഇതിനെ തോരൻ വെക്കാനായിട്ട് പോണത്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു സവോളയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് ബാക്കി നമ്മൾ എങ്ങനെയാണോ തോരൻ വെക്കേണ്ടത് ആ സെയിം മെത്തേഡ് തന്നെ. ഒത്തിരി സംഭവങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ തോരൻ വെക്കാനൊക്കെ. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഉച്ചയ്ക്ക് മാത്രമേ എല്ലാവർക്കും ചോറ് ഇറക്കുകയുള്ളൂ. ബാക്കി സമയങ്ങളിൽ രാത്രിയൊന്നും ആർക്കും ചോറ് വേണ്ട. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വെക്കുമ്പോഴേക്ക് വിചാരിക്കും, പക്ഷേ കഴിക്കാനായിട്ട് ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് വെക്കാനും നല്ല ഇൻട്രസ്റ്റ് തോന്നും. ഇവിടെ എല്ലാവരും കഴിച്ചെന്ന് വരുത്തി തീർക്കലാണ് പരിപാടി. മുന്നേ ഒന്നും ഇങ്ങനെയല്ലായിരുന്നു. ഇപ്പം എന്താണെന്ന് അറിഞ്ഞൂടാ, ആർക്കും ചോറൊന്നും ഇറക്കമില്ല.
അമ്മ അവിടെ മീനിൻ്റെ പരിപാടികളിൽ നോക്കിക്കൊണ്ട് നിൽക്കുന്നതേ ഉള്ളൂ. ഞാൻ എന്താ ചേമ്പും തടയൊക്കെ ഒന്ന് ആ വെള്ളമൊക്കെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതങ്ങ് വേവിച്ചാൽ മതി. ഇപ്പോഴാണ് ഏകദേശം മറ്റേ സംഭവം ഉണ്ടല്ലോ, നമ്മൾ ചേമ്പിൻ്റെ ആ ഒരു തള്ളച്ചേമ്പിനെ വേവിക്കാനായിട്ട് വെച്ചത്, അതിപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടേ ഉള്ളൂ. ഒരു 3-4 വിസിൽ പോയതിന് ശേഷം ഞാൻ ആ കുക്കർ തുറന്ന് നോക്കിയപ്പോഴും ആൾ വെന്തിട്ടൊന്നുമില്ല. അങ്ങനെ വീണ്ടും കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒരു 5-6 വിസിലും കൂടെ പോവിച്ചെടുത്തപ്പോഴാണ് ഒരു വിധം വെന്ത് വന്നത്. കാറിലൊക്കെ തിളച്ചിട്ടുണ്ട്. പിന്നെ വറ്റിക്കാനായതുകൊണ്ട് ഒരുപാട് സമയം വേവിച്ചെടുക്കേണ്ട കാര്യമില്ല. കുറച്ച് തേങ്ങ ഇങ്ങനെ പരപരാ ഒന്ന് അരച്ചെടുക്കും. ഒന്ന് അരച്ചൊന്ന് വരുത്തി തീർത്താൽ മാത്രം മതി. ഒരുപാട് അരഞ്ഞു പോയാൽ അതിൻ്റെ ആ ഒരു എന്താ പറയാനായിട്ട് ആ ഒരു ഇതങ്ങ് മാറും. പിന്നെ നമുക്ക് ആ ഒരു വറ്റിച്ചെന്നുള്ള ഒരു തോന്നൽ വരില്ല. അപ്പം നമ്മൾ വറ്റിക്കാനായിട്ട് അരയ്ക്കുമ്പോഴേക്ക് തേങ്ങാപ്പീര, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഉള്ളി എടുക്കും, കുറച്ച് ഉലുവാപ്പൊടി എടുക്കും, പിന്നെ അല്ലാണ്ട് കുറച്ച് പുളി എടുക്കും. മല്ലിപ്പൊടി ചേർക്കാതെയാണ് അതിൽ അരച്ചിട്ട് വറ്റിക്കാനായിട്ട് വെക്കണത്. അതിപ്പോൾ കാരൽ മീനായിരുന്നാലും അങ്ങനെ തന്നെ, നെത്തോലി ആയിരുന്നാലും അങ്ങനെ തന്നെ. അപ്പോൾ ദാ നമ്മുടെ ചേമ്പൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുക്കറിൽ വേവിച്ച് എടുത്തിട്ട് നമ്മൾ ഉടയ്ക്കാനായിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇടികല്ലിട്ട് ഇങ്ങനെ പ്രസ് ചെയ്താണ് ഒന്ന് ഉടച്ചെടുത്തത്. അപ്പോഴേക്കും ഇതാ നല്ല സൂപ്പറായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിൽ കുറച്ച് തേങ്ങാപ്പീര, കുറച്ച് മഞ്ഞൾപ്പൊടി, 2 അല്ലി വെളുത്തുള്ളി, ഒരു പീസ് ഉള്ളി, പിന്നെ അങ്ങനെയൊക്കെയുള്ള ഒരല്പം മുളക് പൊടി, ഇത്രയും സംഭവങ്ങൾ, ഒരല്പം ജീരകമൊക്കെ ഇട്ടിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, ഇത്രയും ഇട്ടിട്ടാണ് അതിനെ ഒന്ന് അരച്ചെടുത്തത്. നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് ലൂസാക്കി എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ കട്ടിക്കാണ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. എനിക്ക് ഈ സംഭവങ്ങളെല്ലാം കുറച്ച് ലൂസാക്കി എടുക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കടുകും കൂടെ താളിച്ചൊഴിച്ചാൽ മതി. അപ്പോൾ ഇതാ ഇവിടെ ചേമ്പൻ തട തോരത്തിനുള്ളതെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി അതിലേക്ക് സവോളയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഇന്നലെ കമൻറ്റ് വന്നതാണ്, മരിച്ചിനി ഉടച്ച് വയ്ക്കുന്ന സമയത്ത് നല്ല മരിച്ചിനിയിലെ വെള്ളം എല്ലാം വാർന്ന് കളഞ്ഞിട്ടാണ് മരിച്ചിനി ഉടച്ച് വെക്കാറെന്ന്. സത്യം പറഞ്ഞാൽ സൂര്യയാണ് കമൻറ്റ് ചെയ്തത്. ഞങ്ങളും അങ്ങനെ തന്നെയാണ് വെക്കുന്നത്. പക്ഷേ എനിക്ക് കുറച്ച് ലൂസായിട്ടിരിക്കുന്നതാണ് കുറച്ചുകൂടെ ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഒരല്പം കൂടെ വെള്ളം ചേർത്തിട്ട് ഇങ്ങനെ കട്ടിക്കെടുക്കാണ്ട് കുറച്ചിങ്ങനെ ലൂസാക്കി എടുത്തത്. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ ഇതാ ഇനി സവോളയെല്ലാം പിന്നെ നമ്മളിവിടെ തോരൻ വെക്കാനായിട്ടുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇനി സവോളയും കൂടെ കൊത്തിയരിഞ്ഞിട്ട് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിനെ അങ്ങ് തോരൻ വെച്ചെടുക്കണം. പച്ചമുളകും കൂടെ വേണമെങ്കിൽ നമുക്ക് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് ഇട്ട് കൊടുക്കാം. അതൊക്കെ നമ്മളെ ഇഷ്ടമാണ്. തോരത്തിന് നമ്മൾ എന്തൊക്കെ ചേർക്കണോ അതൊക്കെ ചേർത്ത് നമുക്കതിനെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതും അടുപ്പത്താക്കിയിട്ടുണ്ട്. അപ്പോൾ 3 അടുപ്പും എന്ത് പറയാനായിട്ട് നന്നായിട്ട് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എനിക്ക് ഷോപ്പിൽ പോകണം. അപ്പോൾ അതിനു മുന്നേ ഇതെല്ലാം തീർത്ത് വെച്ചിട്ട് വേണം 11:30 ആകുമ്പോഴേക്ക് എന്തെങ്കിലും ഒത്തുപൂരം കൂടെ കഴിച്ചിട്ട് വേണം ഷോപ്പിൽ പോകാനായിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ പോയിട്ട് വരുമ്പോഴേക്ക് ഭയങ്കര വിശപ്പായിരിക്കും. നമ്മൾ വീട്ടിൽ നിൽക്കും പോലെ അല്ലല്ലോ, എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ ഭയങ്കര വിശപ്പാണ്. എന്നാൽ ചോറ് ഒരുപാട് കഴിക്കാൻ പറ്റും. നമ്മൾ ഒരു 11:30 മണി 12 മണിക്കാണ് ഞാൻ പോണത്. അപ്പോഴേക്ക് നല്ല വിശപ്പാവുകയും ഇല്ല, എന്നാലും ചെറിയൊരു വിശപ്പും കാണും. അപ്പോൾ ഒരു പിടി ചോറും അതിനും വേണ്ട കറികളും മാത്രം എടുത്തിട്ടായിരിക്കും കഴിച്ചുകൊണ്ട് പോണത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരല്പം കഴിച്ചാലും നമ്മളെ വിശപ്പൊന്ന് അടങ്ങിയാൽ മതിയല്ലേ, വയറ് വീർക്കണമെന്നില്ല. അത് പോയിട്ടൊക്കെ വന്നിട്ട് സമാധാനപരമായിട്ട് ചോറ് ആസ്വദിച്ച് കഴിക്കണം, അതാണ് രസം. അപ്പോൾ ഇനി അമ്മ എല്ലാമൊക്കെ റെഡിയാക്കി വെച്ചിട്ട് അമ്മയ്ക്ക് നല്ല കാലുവേദന കുറച്ച് ദിവസം കൊണ്ട് പറയാനുണ്ട്. നന്നായിട്ട് മുട്ടുവേദനയുണ്ട്, മുട്ടിന് ചെറിയ തേയ്മാനമുണ്ട് അമ്മയ്ക്ക്. അപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് സമയം നിൽക്കുമ്പോഴേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാമൊക്കെ റെഡിയാക്കി വെച്ചിട്ട് അമ്മ പോയി കിടന്ന് ഇനി അടുക്കള ഒന്ന് വൃത്തിയാക്കണം. കുറച്ച് പാത്രങ്ങൾ കാണുമല്ലോ, നമ്മൾ ജോലി ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു അംഗം കഴിഞ്ഞ പ്രതീതിയാണ് അടുക്കള കാണുമ്പോൾ. അപ്പോൾ അതിനെ മൊത്തം വൃത്തിയാക്കി പാത്രങ്ങളും കൂടെ കഴുകി വെച്ച് കഴിഞ്ഞാൽ ജോലി തീർന്ന്. ഇനി എന്തെങ്കിലും ഒത്തിരി കഴിക്കണം, ചേട്ടനെ വിളിക്കണം, ഷോപ്പിൽ പോകണം, അതാണ് അടുത്ത പരിപാടി. അപ്പോൾ ഉച്ച വരെയുള്ള കാര്യങ്ങൾ മാത്രമാണ് മിക്കവാറും ഞാൻ ഡേ ഇൻ മൈ ലൈഫിൽ കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരത്തിലേ കാണിക്കുകയുള്ളൂ. അപ്പോൾ ഇതിനിടയ്ക്ക് ഷോപ്പിൽ പോണത് കൊണ്ടാണ് അതൊന്നും കാണിക്കാത്തത്. ഈ ജോലിയുടെ ഇടയിൽ തന്നെ പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരിക്കും. എന്നാലും ആ അക്ഷയപാത്രം എപ്പോഴും നിറഞ്ഞു തന്നെ ഇരിക്കും. എങ്ങനെയൊക്കെ നോക്കിയാലും അതിൽ പാത്രങ്ങൾ ഇങ്ങനെ നിറഞ്ഞു തന്നെ കിടക്കും.
അങ്ങനെ ദാ അയ്യോ ഒരു വിധമൊക്കെ എല്ലാം കഴുകിയൊക്കെ ഒന്ന് ഒതുക്കിയിട്ടുണ്ട്. നമ്മുടെ തോരൻ ഇവിടെ വെന്ത് വരണതേ ഉള്ളൂ. അപ്പോൾ ഇതും കൂടെ ആയിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് തോരനൊക്കെ ഇതുകൊണ്ട് വെക്കുമ്പോഴേക്ക്. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയാൽ മതി. കുറച്ച് വസ്തുവും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രകൃതി തന്നെ നമുക്ക് തന്നോളൂ. നമ്മളാരും നട്ട് നനച്ച് വളർത്തി മെനക്കിടേണ്ട കാര്യങ്ങളൊന്നുമില്ല. കുറേ സംഭവങ്ങൾ തനിയെ മുളച്ച് വളർന്ന് അങ്ങ് നിൽപ്പുണ്ടായിരിക്കും. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഉച്ചയൂണ്. ചോറുണ്ട്, കാറിൽ വറ്റിച്ചതുണ്ട്, പിന്നെ ആ തോരൻ ചേമ്പന്തട തോരനുണ്ട്, ചേമ്പ് ഉടച്ച് കറിയുണ്ട്, മത്തിക്കറിയുണ്ട്. അപ്പോൾ അത്രയും സംഭവങ്ങളും കൂടെ കൂട്ടി പെട്ടെന്ന് കഴിച്ചിട്ട് ഞാൻ ചോറ് അത്രയൊന്നും അല്ല കഴിക്കണത്, അതിനേക്കാളും കൂടുതൽ ചോറ് കഴിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഷോപ്പിൽ പോണ സമയത്തേക്ക് വിശപ്പുണ്ടോ ഉണ്ട്, ഇല്ലേ ഇല്ല, ആ അവസ്ഥയാണ്. അതുകൊണ്ടാണ് ചോറ് അത്രമാത്രം കഴിച്ചും കൊണ്ട് പോണത്. ഇനി പോയിട്ട് വന്നിട്ട് വേണം നല്ലതുപോലെ ഒന്ന് കഴിക്കാനായിട്ട്. അങ്ങനെ ഷോപ്പിലൊക്കെ പോയിട്ട് വന്ന് പിന്നെ വൈകുന്നേരവും രാവിലത്തെ റിപ്പീറ്റേഷൻ ആണല്ലോ. തൂത്തുവാരണം, വിളക്കൊരുക്കണം, കത്തിക്കണം, എന്തെങ്കിലും രാത്രിത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം. ഇതൊക്കെ തന്നെ രാവിലത്തെ കാര്യങ്ങൾ തന്നെയാണ് വൈകുന്നേരവും നടക്കുന്നത്. അപ്പോൾ ഇനി തൂത്തൊക്കെ വാരിയിട്ടുണ്ട്. ഞാനിങ്ങനെ തൂത്ത് വാരാനായിട്ട് ഇറങ്ങുന്ന സമയത്താണ് കേശു പുറം ലോകം കാണുന്നത്. കേശു അപ്പോഴാണ് പുറത്തോട്ട് ഇറങ്ങണത്. അംഗൻവാടിയിൽ നിന്ന് വന്നിട്ട് നേരെ അമ്മയുടെ കൂടെ കിടന്നങ്ങ് ഉറങ്ങും. അത് കഴിഞ്ഞിട്ട് അമ്മയെ കൊണ്ട് പറ്റില്ല വെളിയിൽ കൊണ്ട് ഇറങ്ങാനായിട്ട്. അവൻ്റെ ഓട്ടം കണ്ടില്ല, നേരെ പോയി അപ്പുറത്ത് ഗേറ്റിൽ കൂടെ നോക്കുകയാണ് അവൻ്റെ ഫ്രണ്ട്സിനെല്ലാം. അപ്പോൾ അവരിതുവരെ പുറത്തിറങ്ങിയില്ല. ഇനി അവരും കൂടെ ഇറങ്ങിയതിന് ശേഷമാണ് കുറച്ച് സമയം കളിക്കണത്. അപ്പോൾ അങ്ങനെ കുറച്ച് സമയം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്ക് പഠിപ്പിക്കാനായിട്ട് കിച്ചു വരും. പിന്നെ നേരെ അതിനിപ്പോൾ ഒരു മടിയുമില്ല, എത്ര കളിച്ചുകൊണ്ട് നിന്നാലും കിച്ചു വരുമ്പോഴേക്കും ഓടിപ്പോവും കളിക്കാനായിട്ട്, പഠിക്കാനായിട്ട്. അങ്ങനെ കുറേ സമയം അവിടേക്ക് നിന്ന് കറങ്ങിയിട്ട് പിന്നെ നേരെ അങ്ങ് സുനദേശിയുടെ വീട്ടിലോട്ട് പോയി. അപ്പോൾ പിള്ളേർ ഇതുവരെ ഇറങ്ങിയില്ല, അവർ ആഹാരമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് കുറച്ച് വേപ്പിൻ്റെ ഇലയും എടുക്കണമായിരുന്നു. ഇപ്പോൾ വീണ്ടും ഭയങ്കര കൊതു സന്ധ്യ ആകുമ്പോഴേക്കും. അല്ലെങ്കിൽ നമുക്കിവിടെ അങ്ങനെ കൊതുവിൻ്റെ ശല്യമൊന്നുമില്ല. നമ്മൾ പിന്നെ മിക്കവാറും ദിവസങ്ങളിൽ വൈകുന്നേരം അങ്ങ് പുകയ്ക്കും. ഈ ത്രിസന്ധ്യ നേരത്ത് നമ്മൾ വിളക്ക് കത്തിക്കുന്നത് തന്നെ ആ അന്തരീക്ഷത്തിലുള്ള വിഷാംശങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയാണെന്ന് പറയാറില്ലേ. അതുകൊണ്ടാണ് നമ്മൾ നല്ലെണ്ണ ഒഴിച്ച് തന്നെ വിളക്ക് കത്തിക്കണം എന്ന് പറയാറ്. എന്ന് വെച്ചാൽ ത്രിസന്ധ്യ നേരവും നമ്മളിപ്പോൾ വെളുപ്പാൻ രാവിലെ എന്ന് പറയുമ്പോഴും രാവിലെയും വൈകിട്ടും എന്ന് വെച്ചാൽ പകലും രാത്രിയും കൂടി ചേരുന്ന ആ ഒരു സമയമില്ലേ, ആ ഒരു സമയത്ത് അന്തരീക്ഷത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാവും. ആ സമയത്തിൽ അന്തരീക്ഷത്തിൽ വിഷാംശം കലരും എന്നൊക്കെയാണ് പറയാറ്. അതുകൊണ്ടാണ് ത്രിസന്ധ്യ നേരത്ത് നമ്മൾ ആഹാരം കഴിക്കരുതെന്നും പറയണത്. അപ്പം നമ്മുടെ വീട്ടിൽ അമ്മയൊക്കെ പറയണത് എന്തെന്ന് വെച്ചാൽ വിളക്ക് കത്തിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പനീരമൂട്ടിൽ പൂജ സമയത്തൊന്നും ആഹാരം കഴിക്കാൻ പാടില്ല എന്ന് പറയും. കാരണം ആ സമയമാണ് കറക്റ്റ് ത്രിസന്ധ്യ നേരം. അപ്പോൾ ഞാനിപ്പോൾ അല്ലാണ്ട് ഈ വേപ്പിൻ്റെ ഇലയൊക്കെ വെച്ചിട്ട് ഞാനിങ്ങനെ പുകയ്ക്കുമായിരുന്നു, കൊതുകുണ്ടെങ്കിലും ഇല്ലെങ്കിലും. ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് ഭയങ്കര കൊതു, സന്ധ്യ ആകുമ്പോഴേക്ക് കൊതുക് കടി കാരണം സഹിക്കാൻ വയ്യ. അങ്ങനെ കുറച്ച് വേപ്പിൻ്റെ ഇല എടുക്കണം. ഞവരയില ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോൾ മഴ മാറി ഇങ്ങനെ വെറിയൊക്കെ വന്ന സമയത്ത് കുറേയൊക്കെ അങ്ങ് പട്ടുപോയി. അപ്പോൾ വന്നപ്പോഴേക്ക് അവിടെ 2 പൂച്ച ഇരിക്കണതുണ്ട്. കേശു സുന്ദര ചേച്ചിയുടെ കയ്യിൽ നിന്ന് ബ്രെഡ് വാങ്ങിച്ചിട്ട് അവൻ കഴിക്കാനായിട്ട് വാങ്ങിച്ചിട്ട് അതിന് നേരെ കൊണ്ട് പൂച്ചയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് പൂച്ചയുടെ കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. വീണ്ടും ബ്രെഡ് വാങ്ങിക്കാനാണ് അകത്തോട്ട് പോയത്. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി ഇനി കൊടുക്കല്ലേ, അവന് കഴിക്കാനല്ല പൂച്ചയ്ക്ക് കൊടുക്കാനാണെന്ന്. അങ്ങനെ കുറച്ച് സമയം അവിടുത്തെ കളികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ ഫ്രണ്ട്സൊക്കെ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി 3 ആളും കൂടെ ഭയങ്കര കളിയാണ്. കളിയും കാണും, അതിൻ്റെ ഇടയിൽ കൂടെ ഓരോ സംഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വാങ്ങിക്കും, അടി കൂടും, ഒരു മേളമാണ്. അവസാനം 3 പേരും കരഞ്ഞും കൊണ്ടായിരിക്കും കയറണത്. ഇതിൽ ഈ 3 പേരുള്ളതിൽ 2 പേര് എപ്പോഴും ഗ്യാങ് ആയിരിക്കും. ഒന്നുകിൽ കേശുവും അവിടുത്തെ മോനും ആയിരിക്കും ഒരു ഗ്യാങ്, അല്ലെങ്കിൽ കേശു അപ്പുറത്തെ മോളും ആയിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ അവർ 2 പേരും ഒരു ഗ്യാങ്ങായിട്ട് കേശുവിനെ മാറ്റും. അപ്പോൾ ഒരു ഗ്യാങ് കളി വരും അപ്പോഴാണ് ഇവിടെ പ്രശ്നങ്ങൾ വരണത്. അങ്ങനെ വരുമ്പോഴേക്ക് ഒരാളിൻ്റെ കയ്യിൽ ഇരിക്കുന്ന സാധനം മറ്റൊരു 2 പേരും കൂടെ ഗ്യാങ് ചേർന്ന് വാങ്ങാനായിട്ടൊക്കെ നോക്കും. അപ്പോൾ ഇന്നും പതിവ് പോലെ തന്നെ കേശുവിനെ അടിച്ചാണ് അകത്ത് കയറ്റിയത്. കരഞ്ഞുകൊണ്ടാണ് കേശു കയറിയത്. അപ്പോഴേക്ക് പിന്നെ ഇനി പഠിപ്പിക്കാൻ വരേണ്ട സമയമായി. 5:30 മണിയാകുമ്പോഴാണ് പഠിപ്പിക്കാനായിട്ട് വരണത്. അപ്പോൾ ഇനി പുറകുവശവും കൂടെയൊക്കെ തൂക്കാനുണ്ടായിരുന്നു, അവിടെയും കൂടെയൊക്കെ തൂത്ത് വാരി. അപ്പോൾ അപ്പോഴേക്ക് തൂത്തൊക്കെ വാരി കേശുവിനെ പഠിപ്പിക്കാനായിട്ട് കിച്ചു വന്ന് പിന്നെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും സന്ധ്യ ആയപ്പോഴേക്ക് അമ്മ വിളക്കെല്ലാം കൊളുത്തി. അപ്പോൾ നമ്മൾ സന്ധ്യയ്ക്ക് 2 തിരിയിട്ടാണ് വിളക്ക് കൊളുത്തുന്നത്. അപ്പോൾ പിന്നെ ഞാനും പോയി മേലൊക്കെ കഴുകി വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് പുകയ്ക്കണം.
അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചട്ടിയിൽ നമുക്കിവിടെ തൊണ്ട് കിട്ടാനും പാടാണ്. പിന്നെ ഞാൻ ഉള്ള തൊണ്ടൊക്കെ വെച്ചിട്ടാണ് പുകയ്ക്കാനായിട്ടിരുന്നത്. അപ്പോൾ തൊണ്ടും അതിനെ ഒന്ന് ആ ചകിരിയൊക്കെ പച്ചത്തൊണ്ടാണ് കുറച്ചും കൂടെ പുകയ്ക്കാനായിട്ട് നല്ലത്. ഇത് ഇത്തിരി കൂടി ചില സമയത്ത് അങ്ങ് കത്തിക്കളയും. അപ്പോൾ നമുക്കിങ്ങനെ പുകച്ചാൽ മാത്രം മതിയല്ല. അപ്പോൾ അതിൽ ചകിരിയൊക്കെ ഒന്ന് പിന്നെ ഇട്ടിട്ട് പിന്നെ അതാ കേശുവിനെ പേടിയാണ്. അവനിതൊക്കെ കാണുമ്പോൾ ഭയങ്കര ആവേശമാണ്, ഓടി വന്നൊക്കെ ചാടിക്കളയും. അപ്പോൾ അതുകൊണ്ട് പുകച്ചാലും കുറച്ച് സമയം അവിടെ തന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഇരിക്കേണ്ടി വരും കേശുവിനെ പേടിച്ച്. അങ്ങനെ കുറച്ച് പേപ്പറൊക്കെ ഇട്ട് അതിനെ ഒന്ന് കത്തിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ കത്തിക്കൊണ്ടിരിക്കുമ്പോഴേക്ക് അതിൻ്റെ മുകളിലോട്ടാണ് വേപ്പില വെച്ച് കൊടുക്കുന്നത്. വേപ്പിലയും തുളസി ഇലയും ഞവരയിലയും കൂടെ ആയിരുന്നു ഞാൻ മുന്നേ വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഞങ്ങളെ ഇവിടുത്തെ തുളസി പട്ടുപോയി. രാമതുളസിയും കൃഷ്ണ തുളസിയും ഉണ്ടായിരുന്നു, 2 തുളസിയും പട്ടുപോയി. ഇനി പുതുതായിട്ട് തുളസി വെച്ച് പിടിപ്പിച്ചെടുക്കണം. അപ്പോൾ അതുകൊണ്ട് തുളസി ഇലയും ഇല്ല, ഞവരയിലയും ഇല്ല, വേപ്പില മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിലിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ലെമൺ ഗ്രാസ് ഓയിലില്ലേ, പുൽത്തൈലം, അതും കൂടെ 2 ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നല്ല മണമാണ് അതും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോഴേക്ക്. അപ്പോൾ ഈ വേപ്പില പച്ച ഇല വേണം ഇടാൻ, അല്ലെങ്കിൽ നമ്മളെല്ലാം കൂടെ കത്തിപ്പിടിക്കും. അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടെ നമ്മളൊന്നിങ്ങനെ പ്രസ് ചെയ്ത് താഴ്ത്തിയൊക്കെ വെച്ച് കൊടുക്കുമ്പോഴേക്ക് നല്ലതുപോലെ അങ്ങ് പുകഞ്ഞോളും. പുകഞ്ഞിട്ട് നമ്മൾ ഈ പുകയ്ക്കണത് കൊണ്ട് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ കുറേ ചവർ വാരിയിട്ട് പുകച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മൾ അയൽവക്കക്കാർക്കും കൂടെ ദോഷം വരുത്തിയിട്ട് എന്താണ് കാര്യം? അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് വേപ്പിൻ്റെ ഇലയും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് പുകയ്ക്കുമ്പോഴേക്കും നല്ല ഒരു മണം നമ്മുടെ വീട്ടിലും കിട്ടും. ആ വഴിയിലായിരുന്നാലും അപ്പുറം ഇപ്പുറം ഉള്ളവർക്കായിരുന്നാലും അതുകൊണ്ട് ശ്വാസം മുട്ടലോ ബാക്കി കാര്യങ്ങളൊന്നും ഇല്ലാണ്ടങ്ങ് ഇരുന്നോളും. അപ്പോൾ നമ്മൾ എന്ത് കാര്യങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോഴും അയൽപക്കത്തും ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഏരിയയിലെന്ന് വെച്ചാൽ അടുത്തടുത്താണ് വീടുകളിരിക്കുന്നത്, കുറച്ച് സ്ഥലം പോലും ഇല്ല, അത്രയ്ക്ക് ക്ലോസ് ആയിട്ടാണ് വീടുകളെല്ലാം ഇരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്താലും ഒന്ന് കടുകൊക്കെ വറുക്കണ സമയത്ത് ഒന്ന് കരിഞ്ഞു പോയാൽ തന്നെ അപ്പുറത്തുള്ളവരൊക്കെ ചുമയ്ക്കും. അങ്ങനെയാണ് വീടുകളെല്ലാം ഇരിക്കുന്നത്. അപ്പം നമ്മൾ അതും കൂടെ ഒന്ന് ആലോചിച്ച് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളിത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം, അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോയും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.